ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഉയർന്ന, സുരക്ഷിതമായ ഒരു സർക്കാർ ജോലിയുണ്ട്. ഒരു ഡെപ്യൂട്ടി കളക്ടർ പദവി, 26 വർഷത്തെ സർവീസ്. അതെ, പലരും സ്വപ്നം കാണുന്നൊരു ജീവിതം. അതെ, സമൂഹത്തിൽ നല്ല ബഹുമാനം, ഉറപ്പുള്ള വരുമാനം, എല്ലാം. അങ്ങനെ ഒരാള് തന്റെ കരിയറിന്റെ ഈയൊരു ഘട്ടത്തിൽ പുതിയൊരു വഴി തേടുമെന്ന് തോന്നുന്നുണ്ടോ? സാധ്യത കുറവാണ്. ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ഒരു യാത്രയുടേതാണ്. കെ സിംഗ് എന്നൊരു മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ. ശരി. അദ്ദേഹം തന്റെ ആ സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് ഒരു സംരംഭകനായി. അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് സംഭാഷണമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാനുണ്ടെന്ന് ആഴത്തിലൊന്ന് നോക്കാം. ഇത് വളരെ കൗതുകമുള്ള ഒരു വിഷയമാണ്. കാരണം സാധാരണഗതിയിൽ ആളുകൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നത് ഒരുപക്ഷെ വേറെ വഴിയില്ലാത്തതുകൊണ്ടോ നേരെ തിരിച്ചാണ്. ഏറ്റവും സുരക്ഷിതമായ ഒരിടത്തു നിന്നുകൊണ്ടാണ് ഒരാൾ ഒരു പുതിയ ലോകത്തേക്ക് ഇറങ്ങുന്നത്. ശരിയാണ്. അപ്പോ എന്റെ ചോദ്യം ഇതാണ്: എന്തായിരിക്കും അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്? പണം മാത്രമായിരുന്നോ, അതോ അതിനപ്പുറം എന്തെങ്കിലും ഒരു അന്വേഷണമുണ്ടായിരുന്നോ? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ട് ഒരു പുതിയ അവസരം? കെ സിംഗ് തന്നെ പറയുന്നുണ്ട് തന്റെ പശ്ചാത്തലം. റാഞ്ചി സ്വദേശിയാണ്. കുടുംബത്തിലെല്ലാവരും സർക്കാർ ജോലിക്കാർ. അപ്പോൾ സ്വാഭാവികമായും ഒരു ജോലി നേടണമെന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകും. തീർച്ചയായും. അതെ. ആദ്യത്തെ പോസ്റ്റിംഗ് ഡെപ്യൂട്ടി കളക്ടറായിട്ടായിരുന്നു. പക്ഷേ ജോലിയിൽ കയറിയപ്പോഴാണ് അദ്ദേഹത്തിനൊരു കാര്യം വ്യക്തമായത്. എന്തായിരുന്നു അത്? അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളാണ്. ജോലി കൊണ്ട് ആവശ്യങ്ങൾ നിറവേറ്റാം, പക്ഷേ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാവില്ല. വളരെ ശക്തമായ ഒരു വാചകമാണത്. അതെ. ആ ഒരു വാചകത്തിലാണ് ശരിക്കും എല്ലാം അടങ്ങിയിരിക്കുന്നത്. ആവശ്യങ്ങൾ, പിന്നെ സ്വപ്നങ്ങൾ. അതെ, ആ വ്യത്യാസം. ഈ ആവശ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്, സാമ്പത്തിക സുരക്ഷിതത്വം. ഒരു സർക്കാർ ജോലി അത് ഉറപ്പായും തരും, അല്ലേ? എല്ലാ മാസവും ശമ്പളം വരും. വീട്ടുചെലവ്, കുട്ടികളുടെ പഠിപ്പ്, ലോൺ, അതൊക്കെ നടന്നുപോകും. അതാണ് സുരക്ഷിതത്വം. പക്ഷേ സ്വപ്നങ്ങളെന്ന് പറയുന്നത് അത് ചിലപ്പോ അതിലും വലുതായിരിക്കും. അതെ, അതിനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം. നമ്മുടെ സമയവും പണവും പൂർണ്ണമായും നമ്മുടെ കയ്യിൽ വരണം. അപ്പോഴേ വലിയ സ്വപ്നങ്ങൾ കാണാൻ പറ്റൂ. ശരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി ആ സുരക്ഷിതത്വം നൽകി, പക്ഷേ ഈ സ്വാതന്ത്ര്യം നൽകിയില്ല. അതെ, അതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുള്ള അന്വേഷണമാണ് അദ്ദേഹത്തെ വെസ്റ്റീജിലെത്തിക്കുന്നത്. ഓക്കെ. അതിലേക്കുള്ള വരവും വളരെ സാധാരണയായിരുന്നു. ഒരു ബ്രാഞ്ച് ഓഫീസറാണ് അദ്ദേഹത്തിന് ഈ ബിസിനസ് പ്ലാൻ കാണിച്ചു കൊടുക്കുന്നത്. ആ പ്ലാൻ കണ്ടപ്പോൾ തന്നെ ഇതൊരു ശരിയായ അവസരമാണെന്നും തന്റെ സ്വപ്നങ്ങളിലേക്കുള്ള വഴിയാണെന്നും അദ്ദേഹത്തിന് വളരെ സിമ്പിളായിട്ട് മനസ്സിലായി എന്നാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ, അല്ലേ? അതെ, ആ ഒരൊറ്റ തീരുമാനം അത് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ആ മാറ്റത്തിന്റെ ഒരു വേഗതയുണ്ടല്ലോ, അതാണ് എന്നെ അതിശയിപ്പിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വെറും 5 വർഷം. അതെ, വെറും 5 വർഷം കൊണ്ട് ജീവിതം പൂർണ്ണമായും മാറിയെന്ന്. 26 വർഷത്തെ സർക്കാർ ജോലി നൽകാത്ത മാറ്റങ്ങൾ വെറും 5 വർഷം കൊണ്ട് കിട്ടി. അതൊരു വലിയ താരതമ്യമാണ്. ജീവിതം കൂടുതൽ മനോഹരമായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് കഥയുടെ ഒരു പ്രധാന ഭാഗം വരുന്നത്. ഈ വിജയത്തിന് കാരണം വെസ്റ്റീജ് എന്ന കമ്പനി മാത്രമല്ല എന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. പിന്നെയോ? അതിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ അദ്ദേഹം പറയുന്ന മറ്റൊരു പേരുണ്ട്: വിന്നിംഗ് ടീം എന്ന വിദ്യാഭ്യാസ സമ്പ്രദായം. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം നമ്മൾ സാധാരണയായി കമ്പനിയെക്കുറിച്ചും പ്രോഡക്ട്സിനെക്കുറിച്ചും ഒക്കെയാണ് കേൾക്കാറ്. അതെ. പക്ഷെ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് വിജയത്തിൽ പ്രധാനമായതെന്ന് അദ്ദേഹം പറയുന്നു. കൃത്യം. വെസ്റ്റീജ് എന്ന അവസരത്തെ എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം. ശരിയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം എന്നാണ് അദ്ദേഹം വിന്നിംഗ് ടീമിനെ വിശേഷിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഈ സിസ്റ്റം കാരണം തന്റെ കുടുംബത്തിൽ നല്ല സംസ്കാരം വന്നു എന്നും പറയുന്നു. ഒരു ബിസിനസ് അവസരം എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ സംസ്കാരത്തെ സ്വാധീനിക്കുന്നത്? അതെ, ആ ഭാഗം കേട്ടപ്പോൾ എനിക്കും കൂടുതൽ അറിയാൻ തോന്നി. എന്തായിരിക്കും അദ്ദേഹം ഈ നല്ല സംസ്കാരം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം നേരിട്ടുള്ള ഉദാഹരണങ്ങൾ പറയുന്നില്ല, പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാം. സാധാരണ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭനഷ്ടങ്ങളുടെ കണക്കാണ്. പക്ഷേ വിന്നിംഗ് ടീം പോലൊരു സിസ്റ്റം, അത് വ്യക്തിത്വ വികസനം, ആശയവിനിമയം, പോസിറ്റീവ് മനോഭാവം, അതെ, ലക്ഷ്യബോധം, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്.
ഓക്കെ, അപ്പോ വ്യക്തിപരമായ മാറ്റങ്ങൾ. തീർച്ചയായും അത്തരം കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോൾ ആ മാറ്റം നമ്മുടെ കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റത്തിലും പ്രതിഫലിക്കും. ശരിയാണ്. പണം കൈകാര്യം ചെയ്യുന്ന രീതിയിലും മാറ്റം വരും. അതെ, അതാവാം അദ്ദേഹം ഉദ്ദേശിച്ച കുടുംബത്തിലെ നല്ല സംസ്കാരം. പണം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കാമെന്നുകൂടി പഠിപ്പിക്കുന്നൊരിടം. ആ ഒരു കാഴ്ചപ്പാട് അതിന് പുതിയൊരു തലം നൽകുന്നുണ്ട്. ബിസിനസ്സിനൊപ്പം വ്യക്തിപരമായ വളർച്ച. രണ്ടും ഒരുമിച്ച്. ഇന്ന് അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബവും ഈ ബിസിനസ്സിൽ പങ്കാളികളാണ്. അവരെല്ലാം സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ഇതിനെല്ലാം അപ്പുറം വർഷങ്ങളായി താൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന 2 കാര്യങ്ങൾ അത് ഇവിടെ നിന്ന് ലഭിച്ചു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒന്ന് മനസ്സമാധാനം, പിന്നെ അർത്ഥവത്തായ ജീവിതം. 2 വാക്കുകൾ, അതിന് ഒരുപാട് ആഴമുണ്ട്. അതെ, മനസ്സമാധാനം ഒരുപക്ഷെ സാമ്പത്തിക ഭദ്രതയിൽ നിന്ന് വരുന്നതാകാം. കടങ്ങളില്ലാതെ, ഭാവിയെക്കുറിച്ച് ആശങ്കയില്ലാതെ ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥ. ശരിയാണ്. എന്നാൽ അർത്ഥവത്തായ ജീവിതം അഥവാ ലൈഫ് ഓഫ് സിഗ്നിഫിക്കൻസ് അത് അതിനേക്കാൾ വലുതാണ്. ഒരു ഡെപ്യൂട്ടി കളക്ടർ എന്ന നിലയിലും സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്ന ആ അർത്ഥം ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തിപരമായ ഒന്നാവാം. അതെങ്ങനെ? അതായത് താൻ കാരണം മറ്റൊരാളുടെ ജീവിതം മാറുന്നത് നേരിട്ട് കാണുക, ഒരുപാട് ആളുകളെ വിജയത്തിലേക്ക് കൈപിടിച്ചു കയറ്റുക, അതിൽ നിന്ന് കിട്ടുന്നൊരു സംതൃപ്തിയുണ്ടല്ലോ. ശരിയാണ്. ഒരുപക്ഷെ അതാകാം അദ്ദേഹം ഇവിടെ അർത്ഥമാക്കുന്നത്. അതെ, അദ്ദേഹം അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഇത് തനിക്ക് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമല്ല. ഓക്കെ. മറിച്ച് ശരിയായ രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആർക്കും ഇത് നേടിയെടുക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിന്നിംഗ് ടീമിനൊപ്പം ഈ ബിസിനസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന മനസ്സമാധാനവും അർത്ഥവത്തായ ജീവിതവും സ്വന്തമാക്കാം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. എല്ലാവർക്കും സാധ്യമാകുന്നൊരു മാതൃക. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഇതത്ര സിമ്പിളാണോ? ആ ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ശരിയായൊരു സിസ്റ്റം പിന്തുടരുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമല്ലാതായിത്തീരുന്നു എന്നായിരിക്കാം. അതായത് സിസ്റ്റം കാര്യങ്ങൾ ലളിതമാക്കുന്നു. അതെ, ഒരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ സാധാരണക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്തതാണ്. ഒരു വഴികാട്ടിയില്ലാത്ത അവസ്ഥ. ശരിയാണ്. ഇവിടെ വിന്നിംഗ് ടീം എന്ന സിസ്റ്റം ആ ചോദ്യങ്ങൾക്കുത്തരം നൽകുന്നു. എന്തു പഠിക്കണം, ആരെ കേൾക്കണം, എങ്ങനെ ബിസിനസ് കെട്ടിപ്പടുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മാർഗരേഖയുണ്ടെങ്കിൽ ആ വഴിയിലൂടെ നടന്നാൽ മതി. അതെ, ആ യാത്ര കുറച്ചുകൂടി എളുപ്പമാകും. വ്യക്തിയുടെ കഴിവിനപ്പുറം ആ സിസ്റ്റത്തിന്റെ ശക്തിയാണ് ഇവിടെ വിജയത്തിന്റെ അടിസ്ഥാനമെന്നാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. സിസ്റ്റത്തിന്റെ ശക്തി, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വരുന്നത്. ഞാൻ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ സിസ്റ്റം മുന്നോട്ടു പോകും. അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട്. അല്ലേ? തീർച്ചയായും. അതാണ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലം. പാസീവ് ഇൻകം. കൃത്യം. നമ്മൾ ആക്റ്റീവായി ജോലി ചെയ്യുമ്പോൾ മാത്രം വരുമാനം കിട്ടുന്നതല്ല, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്കുവേണ്ടി പ്രവർത്തിക്കുന്ന, വരുമാനം തരുന്ന ഒരു സിസ്റ്റം നിർമ്മിക്കുക. ഒരു പുസ്തകം എഴുതുന്നത് പോലെ. അതെ, അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതുപോലെ. ഇവിടെ അദ്ദേഹം നിർമ്മിച്ചത് സ്വയം വളരാൻ കഴിവുള്ള ഒരു നെറ്റ്വർക്കാണ്. താനില്ലെങ്കിലും ആ നെറ്റ്വർക്ക് പ്രവർത്തിക്കും, വരുമാനമുണ്ടാക്കിക്കൊണ്ടിരിക്കും. തലമുറകളിലേക്ക് കൈമാറാൻ കഴിയുന്ന ഒരു വരുമാനമാർഗം, അതാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതുതന്നെ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വിരമിക്കുമ്പോൾ കിട്ടുന്ന പെൻഷനിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. അതെങ്ങനെയാണ്? പെൻഷൻ എന്നത് ഒരു നിശ്ചിത തുകയാണ്, നമ്മുടെ സേവനത്തിനുള്ള ഒരു അംഗീകാരം. എന്നാൽ ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നത് വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വരുമാന സ്രോതസ്സിനെക്കുറിച്ചാണ്. ഓക്കെ, നെറ്റ്വർക്ക് വളരുന്നതിനനുസരിച്ച് വരുമാനവും വളരും. അതെ, അത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അടുത്ത തലമുറയ്ക്കും കൈമാറാൻ കഴിയുന്നൊരു ആസ്തിയായി മാറുകയാണ്, ഒരു ബിസിനസ് അസറ്റ്. തന്റെ തലമുറയ്ക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിലാ ഒരു സംതൃപ്തിയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ചയൊന്ന് ചുരുക്കിയാൽ, ഒരു ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ തന്റെ സുരക്ഷിതമായ ജീവിതം വിട്ട് പുതിയൊരു വഴി തെരഞ്ഞെടുത്തതിന് പിന്നിൽ പണം എന്നതിനപ്പുറം ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള ആഗ്രഹം, സാമ്പത്തിക സ്വാതന്ത്ര്യം, മനസ്സമാധാനം, ഒരു അർത്ഥവത്തായ ജീവിതം, ഇവയെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ. അതെ, അതിന് അദ്ദേഹത്തെ സഹായിച്ചത് വെസ്റ്റീജ് എന്ന അവസരവും അതിലേറെ വിന്നിംഗ് ടീം എന്ന വിദ്യാഭ്യാസ സമ്പ്രദായവുമാണ്. ഒരു സിസ്റ്റത്തെ പിന്തുടരുന്നതിന്റെ പ്രാധാന്യം. അതെ, ഇത്രയും നേട്ടങ്ങൾ കൈവരിച്ചിട്ടും
സംഭാഷണത്തിന്റെ അവസാനം അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. അതാണ് എന്നെ ശരിക്കും ആകർഷിച്ചത്. എന്താണത്? അദ്ദേഹം പറയുന്നു, ഇപ്പോൾ എന്റെ സ്വപ്നങ്ങൾ കൂടുതൽ വലുതായി എന്ന്. ആ അതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മളിൽ പലരും ഒരു ജോലി കിട്ടി, ജീവിതം ഒരു കരക്കെടുത്തു എന്ന് തോന്നുമ്പോൾ സ്വപ്നങ്ങളെ ചെറുതാക്കുകയാണ് പതിവ്. ശരിയാണ്. ഒരു വീട്, ഒരു കാറ്, അതിലേക്ക് ഒതുങ്ങിപ്പോകും. അതെ. എന്നാൽ ഇവിടെ ഒരാൾ താൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നേടിയതിനു ശേഷം അവിടെ നിർത്തി വിശ്രമിക്കുകയല്ല. മറിച്ച് അതിലും വലിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുകയാണ്. അതെ, യാത്ര അവസാനിക്കുന്നില്ല, ലക്ഷ്യങ്ങൾ വലുതാകുന്നു. അതൊരു വലിയ ചിന്തയാണ്. ആവശ്യങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിലേക്ക്, പിന്നെ ചെറിയ സ്വപ്നങ്ങളിൽ നിന്ന് വലിയ സ്വപ്നങ്ങളിലേക്കുള്ളൊരു യാത്ര. ഈ ചർച്ച കേൾക്കുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളെല്ലാവരും സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ കെ സിംഗിന്റെ ഈ അനുഭവം കേൾക്കുമ്പോൾ ഒരു ചോദ്യമുയരുന്നുണ്ട്. എന്താണ് യഥാർത്ഥ സുരക്ഷിതത്വം? സമൂഹം പറയുന്നത് പോലെ ഒരു സ്ഥിരം വരുമാനമുള്ള ജോലിയാണോ അത്? അതോ ഏത് സാഹചര്യത്തിലും നമുക്ക് വരുമാനമുണ്ടാക്കിത്തരുന്ന, നമ്മളില്ലെങ്കിലും പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നിർമ്മിക്കുന്നതാണോ? നല്ല ചോദ്യമാണ്. ഇതിന് ഓരോരുത്തർക്കും ഓരോ ഉത്തരമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് മുൻഗണന നൽകുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ആ ഉത്തരം ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത ചുവടുവെപ്പിന് ഒരു വഴികാട്ടിയായേക്കാം.